വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ പോകുന്ന ബി.ജെ.പിയുടെ സ്ഥാനാർത്ഥി പട്ടികയിലെ സാധ്യതാ പട്ടിക പുറത്തു വന്നിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വിചാരിച്ചിരുന്നത് പോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ, രാജീവ് ചന്ദ്രശേഖർ, അതുപോലെ തന്നെ എം.ടി. രമേശ്, സുരേന്ദ്രൻ ജി, അങ്ങനെ എല്ലാവരും തന്നെ മത്സര രംഗത്തുണ്ടാകാനുള്ള സാധ്യതയാണ് പട്ടികയിൽ പറയുന്നത്. എന്നാൽ ശോഭാ സുരേന്ദ്രന്റെ കാര്യമാണ് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. കായംകുളത്ത് അവർ മത്സരിക്കുമെന്നുള്ള ധാരണയിലായിരുന്നു നമ്മളെല്ലാവരും തന്നെ ഉണ്ടായിരുന്നത്. കാരണം കഴിഞ്ഞ 2 വർഷമായി സജീവ രാഷ്ട്രീയ പ്രവർത്തനം അവർ അവിടെ കാഴ്ചവെക്കുന്നുണ്ട്. അപ്പോൾ വ്യക്തമായി കായംകുളത്ത് മത്സരിക്കാനുള്ള സാധ്യത ഉണ്ട് എന്ന് നമ്മൾ വിലയിരുത്തിയിരുന്ന ഒരു സമയത്ത്, ഇപ്പോൾ അവർ പോലും വിലയിരുത്തുന്ന ഒരു സമയത്ത് അവരെ കായംകുളത്ത് നിന്ന് മാറ്റാനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. ഹരിപ്പാടായിരിക്കും മത്സരിക്കാൻ സാധ്യത എന്നറിയുന്നു. അപ്പോൾ വിജയ സാധ്യതയുള്ള സ്ഥാനാർത്ഥികളെ വെട്ടുന്ന ഒരു നിലപാടിലേക്ക് ബി.ജെ.പി. മാറുന്നുണ്ടോ? തീർച്ചയായിട്ടും. അതായത് വിജയസാധ്യത എന്നല്ല, നമ്മൾ എപ്പോൾ നോക്കുമ്പോഴും ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ക്രൗഡ് പുള്ളറെ ബി.ജെ.പിയുടെ കേരള ഘടകത്തിന് ഇപ്പോൾ വന്നിരിക്കുന്ന രാജീവ് ചന്ദ്രശേഖർ ഒഴികെ അദ്ദേഹത്തിന് കേരള രാഷ്ട്രീയത്തിൽ ഈ അളിഞ്ഞ രാഷ്ട്രീയം അറിയില്ല. ഇപ്പം നമ്മൾ എന്തൊക്കെ പറയുമ്പോഴും ശോഭാ സുരേന്ദ്രൻ ഒരു ക്രൗഡ് പുള്ളറാണ്. അവരുടെ പ്രസംഗം കേൾക്കാൻ ആളുണ്ട്. അവർക്ക് മാത്രമേ ഈ പറയുന്ന ഭരണാധികാരികൾക്കെതിരെ ശക്തമായ ഭാഷയിൽ പ്രതികരിക്കാൻ കഴിയുള്ളൂ. അവരൊരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ ഇവർക്ക് പ്രത്യാക്രമണം നടത്തുന്ന കാര്യത്തിൽ ഇവർ പുറകിലേക്ക് പോകേണ്ടി വരും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ രാജീവ് ചന്ദ്രശേഖറിന് പോലും ഇപ്പോൾ പ്രസിഡന്റ് ആക്കിയിട്ട് ഒരു വേള പ്രസിഡന്റ് ആകാൻ യോഗ്യതയുള്ള ഒരു സ്ത്രീയാണ് അവർ എന്ന് പറയുന്നത് ബഹുമാനത്തോടെ തന്നെയാണ്. തീർച്ചയായിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ശോഭാ സുരേന്ദ്രനെ കായംകുളത്ത് ഒരു വേള കഴിഞ്ഞ തവണ മത്സരിക്കുമ്പോൾ എങ്ങനെയായിരുന്നു, പ്രതിഭാഹരി കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. അപ്പോൾ കഷ്ടിച്ച് രക്ഷപ്പെട്ട പ്രതിഭാഹരിയെ അവിടെ തോൽപ്പിച്ചുകൊണ്ടൊരു സീറ്റ് ഉറപ്പിക്കാനായി അവർ പ്രാരംഭമായ നടപടികൾ നടത്തുമ്പോൾ അത് കഴിഞ്ഞ് നമ്മൾ ലോകസഭയും കണ്ടു. നിയമസഭ കഴിഞ്ഞ് നമ്മൾ ലോകസഭയും കണ്ടു. ഈ 2021 ലോകസഭ നമ്മൾ കണ്ടു. അവിടെ എങ്ങനെയായിരുന്നു, ലോകസഭയിൽ കെ.സി. വേണുഗോപാലിന് അടുത്ത് തന്നെ ആലപ്പുഴയിൽ അവർ തൊട്ടടുത്തുണ്ട്. ശോഭാ സുരേന്ദ്രന്റെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ബി.ജെ.പി. ഒരു മണ്ഡലത്തിൽ ശോഭാ സുരേന്ദ്രനെ മത്സരിപ്പിക്കുന്നു. അവിടെ വിജയത്തിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല എങ്കിൽ പോലും എല്ലാ തരത്തിലും മത്സരിച്ച എല്ലാ മണ്ഡലങ്ങളിലും ഈ വലിയൊരു വോട്ട് ഡിഫറൻസ് കുറയ്ക്കാൻ അവരെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. ആയിരക്കണക്കിന് വോട്ടുകൾ മറിക്കാൻ സാധിച്ചിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു വോട്ട് സമാഹരിക്കുന്ന ഒരു യന്ത്രമായി ബി.ജെ.പി. ഉപയോഗിക്കുന്ന ഒരു കാൻഡിഡേറ്റ് എന്ന് വേണമെങ്കിൽ നമുക്ക് ശോഭാ സുരേന്ദ്രനെ പറയാം. എല്ലാ മണ്ഡലങ്ങളും വിജയ സാധ്യതയില്ലാത്ത എല്ലാ മണ്ഡലങ്ങളിലും കൊണ്ടു നിർത്തുന്നു. ഈ പറഞ്ഞ വോട്ട് ഷെയർ ഗണ്യമായി തന്നെ കുറയ്ക്കാൻ സാധിക്കുന്നു. എന്നിട്ട് അവിടെ നിന്ന് അവരെ മാറ്റുന്നു. അവിടെ ബി.ജെ.പിക്ക് ഒരു വ്യക്തമായ ഭൂരിപക്ഷം ഉണ്ടാക്കിയെടുത്തതിന് ശേഷം അവിടെ നിന്ന് അവരെ മാറ്റുന്ന ഒരു രീതി നമ്മൾ കാണുന്നുണ്ട്. അത് തന്നെയല്ലേ ഇപ്പോഴും കായംകുളത്ത് സംഭവിക്കുന്നത്? തീർച്ചയായിട്ടും അത് തന്നെയാണ്. കാരണം നമ്മളിപ്പോൾ ഇതിലൊരു കാര്യം വായിച്ചെടുക്കേണ്ട സംഗതി എന്ന് വെച്ചാൽ, ഈ പറയുന്ന രീതിയിൽ അവിടെ കായംകുളത്ത് ആരാ മത്സരിക്കാൻ പോകുന്ന? തുഷാർ വെള്ളാപ്പള്ളി. അതെ, അത് ബി.ഡി.ജെ.എസിന്റെ സീറ്റാണ്. അവിടെ തുഷാർ വെള്ളാപ്പള്ളി എവിടെ മത്സരിക്കുന്നില്ല എന്നാണ് ഇന്നലെ കേട്ടത്. ഇന്നലെ നമ്മൾ കേട്ട വാർത്ത, സാധ്യതാ പട്ടികയിൽ പാലക്കാടാണ് ശോഭ മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ശോഭയെ അവിടെ ജയസാധ്യതയ്ക്ക് വേണ്ടിയിട്ട് തുഷാർ അവിടെ മത്സരിക്കേണ്ട എന്ന് തീരുമാനിക്കുന്നതാണ്. തുഷാർ ഇവർക്കൊപ്പം നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നലെ എടുത്ത വിഷയത്തിൽ നമ്മൾ സംസാരിച്ചു, ബി.ഡി.ജെ.എസ് ഏത് രാഷ്ട്രീയ പാർട്ടി, ആരാ ബി.ഡി.ജെ.എസ്, ആരെങ്കിലും അറിയാമോ ബി.ഡി.ജെ.എസ്? അപ്പോൾ ഏതായാലും ഇപ്പോൾ കേൾക്കുന്നത് ഈ തുഷാർ വെള്ളാപ്പള്ളി കായംകുളത്ത് മത്സരിക്കുന്നതാണ്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ശോഭാ സുരേന്ദ്രനോട് എന്തിന് ഇവർ വിവേചനം കാണിക്കുന്നു? ഇവിടെ നമുക്ക് തോന്നുന്നൊരു സംഗതി, ഈ കോൺഗ്രസ് പാർട്ടി പറയുന്ന ഒരു സത്യം നമുക്കിവിടെ പറയേണ്ടി വരും. അതെ, ഒരു ബി.ജെ.പി. CPM കൂട്ടുകെട്ടിനെ പറ്റിയാണ് സംസാരിക്കുന്നത്. തീർച്ചയായിട്ടും ബി.ജെ.പിക്ക് വേണ്ടി അല്ലെങ്കിൽ ബി.ജെ.പി. CPM-ന് വേണ്ടി പണി ചെയ്യുകയാണ്, വിടുപണി ചെയ്യുകയാണോ എന്നൊരു സംശയം. അത് CPM മനസ്സിലാക്കുന്നില്ല മേഘ. അതിനകത്തുള്ളൊരു വിഷയം എന്ന് വെച്ചാൽ, ഈ ബി.ജെ.പിയിൽ അവരുടെ ബുദ്ധികേന്ദ്രം എന്ന് പറയുന്നത് രാഷ്ട്രീയ ചാണക്യനായ അമിത്ഷായും നരേന്ദ്രമോദിയുമാണ്. അപ്പോൾ ഇവർ വിചാരിക്കുന്ന ഒരു വേള ഒരിക്കൽ കൂടി ഭരണം കിട്ടാനായി പ്രവർത്തിക്കുമ്പോൾ അവർക്ക് ഒരു ദാക്ഷിണ്യം ചെയ്തു കൊടുക്കുക എന്നാണ്. അവരുടെ വോട്ട് ബാങ്ക് CPM-ന് മറിക്കുമ്പോൾ ഈ മണ്ടന്മാർ മനസ്സിലാക്കുന്നില്ല. അതായത് ഇതോടുകൂടി CPM തീരുകയാണ്. അവർക്ക് ആവശ്യം കോൺഗ്രസ് മുക്ത ഭാരതം, അതിൽ കോൺഗ്രസ് മുക്ത കേരളം. അപ്പൊ ഈ പറയുന്ന രീതിയിൽ ന്യൂനപക്ഷങ്ങൾ അവർ അടുപ്പിച്ചു തുടങ്ങി. അവർ ഇന്നലെ ഒരു മുസ്ലിം മത അധ്യക്ഷനെ അവർ ചേർത്ത് പിടിച്ചു നരേന്ദ്രമോദി എന്ന് പറയുന്ന വ്യക്തിയെക്കുറിച്ച് ഇവർ എന്താ കരുതുന്നത്? ഇവർക്ക് ഒരു വേള ഒരിക്കൽ കൂടി ഭരണത്തിലിരിക്കണം, വിരാജിക്കണമെന്ന്. ആ 5 വർഷം കൂടെ കഴിഞ്ഞ് പിന്നെ ഇറങ്ങേണ്ടി വരൂലേ? എന്നും ആസനം ഇങ്ങനെ ഉറപ്പിച്ചിരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. കുഷൻ സീറ്റ് മറ്റേ കൂടിയ കാറിൽ ഇരിക്കാൻ പറ്റുമോ? ഇല്ലല്ലോ. എനിക്ക് കാറുള്ള പേരറിയത്തില്ല കേട്ടോ. എനിക്ക് ആകെ ഇന്നോവ വരെ അറിയത്തുള്ളൂ. ബാക്കി അദ്ദേഹം ഇപ്പോൾ ഉപയോഗിക്കുന്ന കാർ എന്ന് എനിക്കറിയില്ല, ക്ഷമിക്കുക. അതെ, ഇപ്പോൾ ബി.ജെ.പിയുടെ കാര്യം പറയുകയാണെങ്കിൽ ന്യൂനപക്ഷങ്ങളെ ചേർത്ത് പിടിക്കാൻ ശ്രമം നടത്തുന്നുണ്ട്. ഇപ്പോൾ അതൊരു ചെറിയ കാര്യമല്ല. അതെ, ചെറിയ കാര്യമല്ല. പക്ഷെ വോട്ടിന് വേണ്ടി അത് ചെയ്യുമ്പോൾ അതൊരു പ്രശ്നമായി. നമ്മൾ പറഞ്ഞു വന്നത്, കായംകുളത്തെ ഇത്തരത്തിൽ അവർ വീടെടുത്ത് താമസിച്ച അവിടെ ഒരു ജയസാധ്യത ഉറപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ ആലപ്പുഴയിൽ ഇപ്പൊ അവരുടെ പഴയ നേതാവായ ജി സുധാകരനെയും തോമസ് ഐസക്കിനെയും ഇറക്കാൻ പോകുന്നു എന്ന് പറയുന്നത്. അവർ മത്സരിക്കാൻ അല്ലെങ്കിൽ ഇലക്ഷന്റെ നിയന്ത്രണം ഏൽപ്പിക്കാൻ നോക്കുകയാണെന്ന് പറഞ്ഞു. CPM-ന് അങ്ങനെ അടവ് നയമുണ്ട്. ഈ മാറ്റി നിർത്തിയവരൊക്കെ കാര്യം കാണാൻ തിരിച്ചു വിളിക്കും. അപ്പോൾ ഇതിനേക്കാളൊക്കെ ഉപരി പാർട്ടി സ്നേഹമുള്ള കുറേ ടീമുകൾ ഈ CPM-ൽ ഉണ്ടല്ലോ. ഈ രാജാവിനേക്കാളും സ്നേഹമുള്ളവരുണ്ട്. ഈ രാജാവിന് പാർട്ടിയെക്കാളുള്ള സ്നേഹമുണ്ട്. അപ്പോൾ മേഘ ഇപ്പോൾ സംസാരിച്ചോ പറഞ്ഞ പോലെ അങ്ങനെ ഒരു അടവ് നയമാണ് അവർ കാണുന്നത്. അവർ നോക്കുമ്പോൾ ഇവിടെ ശോഭ നിന്നാൽ ചിലപ്പോൾ കായംകുളത്ത്
CPM സീറ്റ് നഷ്ടമാവും. ആ ഒരു പാലം വലി ബഹുമാനപ്പെട്ട സുരേന്ദ്രനുമായോ അല്ലെങ്കിൽ വി മുരളീധരനുമായോ ആരെങ്കിലുമൊക്കെ നടത്തിയിട്ടുണ്ടാവും. അതെ, ഇപ്പോൾ അമിത്ഷാ നേരിട്ട് ഈ പറഞ്ഞ സാധ്യതാ പട്ടികയിലും സ്ഥാനാർത്ഥി നിർണയ പട്ടികയിലും ഇടപെട്ടിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്നാലും ഈ യോഗത്തിൽ നമ്മുടെ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറയുന്ന ഒരു കാര്യമുണ്ട്. വിജയസാധ്യതയുള്ള വ്യക്തിപ്രഭാവമുള്ള സ്ഥാനാർത്ഥികളെയാണ് ഞങ്ങൾ നിർത്താൻ ആഗ്രഹിക്കുന്നത് എന്ന് പറയുമ്പോൾ ആദ്യം മാറി നിൽക്കേണ്ടി വരിക അദ്ദേഹം തന്നെയായിരിക്കില്ലേ? അതാണ് ഞാൻ ചോദിക്കാൻ പോയത്. അത് അമിത്ഷാ എന്ന് പറയുന്ന വ്യക്തി ശോഭാ സുരേന്ദ്രനുമായും അല്ലെങ്കിൽ കേന്ദ്ര നേതൃത്വം ശോഭാ സുരേന്ദ്രനുമായും വളരെ അടുപ്പമുള്ളവരാണ്. അപ്പൊ അവർക്ക് ഇതറിയില്ലേ? ഒരു വേള എനിക്ക് തോന്നുന്ന ഒരു സംശയം, ഇത് ഒരു ഗോസിപ്പ് ആവാനും സാധ്യതയുണ്ട്. കാര്യം ഈ ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ജനകീയ നേതാവിനോട് നിൽക്കുന്ന ഒരു കൂട്ടം മാധ്യമങ്ങൾ ഇവിടെയുണ്ട്. അപ്പൊ ശോഭയെ ജയിപ്പിക്കേണ്ടത് സാമൂഹ്യ മാധ്യമങ്ങളുടെ കടമ കൂടെയാണ് എന്നൊരു തോന്നൽ എനിക്ക് ഉണ്ടാകുന്നേ തെറ്റില്ല. എനിക്കൊന്നു ശോഭാ സുരേന്ദ്രനെ ജയിപ്പിക്കേണ്ടത് കേരളത്തിലെ ജനങ്ങളുടെ ഒരു കാര്യമാണ്. നമ്മൾ അതെ, ഇപ്പോ ഈ ന്യൂസിനെ പറ്റി നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ നമ്മൾ സെർച്ച് ചെയ്യുമ്പോൾ അതിന്റെ കമന്റ് ബോക്സുകളിൽ നിറയുന്നത് നമ്മൾ കാണുന്നുണ്ട്. ശോഭാ സുരേന്ദ്രൻ ഇപ്പൊ BJP എന്ന പാർട്ടിയോട് കേരളത്തിലെ ജനതയ്ക്ക് ഒരു വിമുഖത ഉണ്ടെങ്കിൽ പോലും ശോഭാ സുരേന്ദ്രനെ പോലുള്ള നേതാക്കളോട് ഒരു അടുപ്പമുണ്ട്. വീട്ടമ്മമാർക്കും സാധാരണ കുടുംബങ്ങളിലുള്ള ആൾക്കാർക്കും ഇത്തരത്തിലുള്ള വ്യക്തികളോടുള്ള അടുപ്പം. ഇപ്പൊ ശോഭാ സുരേന്ദ്രന്റെ കാര്യം പറയുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് വോട്ട് മറിക്കാൻ സാധിച്ചിട്ടുള്ള ഒരു നേതാവാണ്. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന ഈ ചേട്ടൻ നേരത്തെ പറഞ്ഞതുപോലെ കൃത്യമായി മറുപടി പറയാൻ അറിയുന്ന ഒരു നേതാവാണ്. പാർട്ടി ഒരിക്കലും തള്ളിപ്പറയാത്തൊരു നേതാവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പാർട്ടി ഭേദമന്യേ അവർക്ക് വോട്ട് നേടാനുള്ള സാധ്യതയുണ്ട്. ഈ വിജയസാധ്യത ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ പറയുന്നത് പോലെ വിജയസാധ്യതയുള്ള മണ്ഡലമാണ് അവരുടെ കയ്യിൽ കൊടുക്കുന്നതെങ്കിൽ, ഒരു ചെറിയ സാധ്യത മാത്രമാണ് ഉള്ളതെങ്കിൽ പോലും ഈ പറഞ്ഞ വലിയ വോട്ട് ഷെയർ മറികടന്നുകൊണ്ട് വിജയത്തിലേക്ക് എത്താൻ അവർക്ക് സാധിക്കും. പക്ഷെ ഇത് കാണാതെ ഈ പറഞ്ഞതുപോലെ ഒരു BJP CPM കൂട്ടുകെട്ടിന് വേണ്ടി ഈ പറഞ്ഞ മുതിർന്ന നേതാക്കളെ തള്ളിക്കളയുന്ന ഒരു നിലപാടെടുക്കുന്നു. ഇതുപോലെയായിരുന്നു നമ്മുടെ K. സുരേന്ദ്രൻജിയുടെ കാര്യം. അദ്ദേഹത്തെ എനിക്ക് തോന്നുന്നു എന്റെയൊക്കെ ചെറുപ്പത്തിലെ BJP എന്ന് പറഞ്ഞാൽ നമ്മൾ കേൾക്കുന്ന പേരായിരുന്നു സുരേന്ദ്രൻ എന്ന് പറയുന്നത്. അദ്ദേഹം പാർട്ടിക്ക് വേണ്ടി കേരളത്തിലെ BJPയെ ഉയർത്തിക്കൊണ്ടുവരാൻ അദ്ദേഹം ചെയ്ത നടപടികളും പ്രവർത്തനങ്ങളും ഒക്കെ കണ്ടില്ല എന്ന് വയ്ക്കാൻ കഴിയില്ല. അപ്പോൾ പെട്ടെന്ന് ഒരു ദിവസം നൂലിൽ കെട്ടിയിറക്കി രാജീവ് ചന്ദ്രശേഖർ ഇറങ്ങുന്നു. ഇതുപോലെയാണ് കേരളത്തിലെ BJPയുടെ അവസ്ഥ പോകുന്നത്. നമ്മൾ തന്നെ കണ്ടു, കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ 20% നിന്ന് 16%-ലേക്കാണ് BJPയുടെ വോട്ട് ഷെയർ കുറഞ്ഞത്. ഇതെല്ലാം ഈ പറഞ്ഞ നൂലിൽ കെട്ടിയിറക്കിയ സ്ഥാനാർത്ഥികൾ കാരണം തന്നെയാണ് ഉണ്ടായത്. സ്ഥാനാർത്ഥികളും ഈ പറഞ്ഞ നേതാക്കളും കാരണം. അപ്പൊ ശോഭാ സുരേന്ദ്രന്റെ കാര്യത്തിലും ഇത് തന്നെയാണ് കേരളത്തിൽ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. വിജയസാധ്യതയുള്ള 2 വർഷമായി തുടർച്ചയായി പ്രവർത്തിക്കുന്ന ഒരു മണ്ഡലത്തിൽ നിന്ന് അവരെ മാറ്റി നിർത്തുമ്പോൾ തിരിച്ചടി നേരിടാൻ പോകുന്നത് BJP തന്നെയാണ്. ഇപ്പോൾ വിജയിച്ചില്ല എങ്കിൽ പോലും ഈ പറഞ്ഞ വോട്ട് ഷെയർ 16-ൽ നിന്ന് പോലും താഴേക്ക് വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകും. നമുക്കിത് സംസാരം അവസാനിപ്പിക്കുമ്പോൾ നമുക്ക് ഒന്ന് പറയാം, അമിത്ഷാ ഇതിൽ ഇടപെടും. നമ്മൾ എപ്പോഴും ഞാൻ പറയുന്നത്, നമ്മൾ രാഷ്ട്രീയ വിദ്യാർത്ഥികൾ നമ്മുടെ ഒരു നിഗമനത്തിൽ എനിക്ക് തോന്നുന്നൊരു നിഗമനം ഞാൻ പറയാം. ശോഭയ്ക്ക് സേഫായ ഒരു സീറ്റ്, ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ജനം ഇഷ്ടപ്പെടുന്ന നേതാവിനെ അവർ ജയിക്കാനുള്ള മണ്ഡലത്തിൽ കായംകുളമായാലും വട്ടിയൂർക്കാവിന്റെ പേരും കേൾക്കുന്നുണ്ടായിരുന്നു. വട്ടിയൂർക്കാവ് എനിക്ക് തോന്നുന്നു തിരുവനന്തപുരം ഇപ്പോൾ BJP പിടിച്ചെടുക്കുമെന്നൊരു അമിത ആത്മവിശ്വാസം അവർക്കുണ്ട്. വട്ടിയൂർക്കാവ് ഉറപ്പായും പിടിക്കുമെന്നുള്ള ആത്മവിശ്വാസമുണ്ട്. അപ്പോൾ അവിടെ ആരൊക്കെയാണ് മത്സരിക്കുക എന്നുള്ള കാര്യത്തിൽ പൂർണ്ണ ധാരണ ഇല്ലാത്തത് കൊണ്ട് തന്നെ അതിനെപ്പറ്റി പറയാൻ സാധിക്കില്ല. വട്ടിയൂർക്കാവിൽ എനിക്ക് തോന്നുന്നു വട്ടിയൂർക്കാവിൽ ശോഭാ സുരേന്ദ്രൻ വട്ടിയൂർക്കാവിൽ നിന്നും അവരെ മാറ്റി നിർത്താനുള്ള സാധ്യതയാണ് ഇപ്പോൾ സാധ്യതാ പട്ടികയിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്. എന്ത് തന്നെ ആയാലും ഈ പറഞ്ഞ സ്ഥാനാർത്ഥി നിർണയ പട്ടിക പൂർണ്ണമായും പുറത്തു വന്നതിന് ശേഷം ഇതിനെപ്പറ്റി കൂടുതൽ ചർച്ച ചെയ്യാം എന്നുള്ളത്. അല്ല, ഒന്നുകൂടെ മേഘ പറയണം. അതായത് ഇനി എവിടെ ആയാലും ശോഭാ സുരേന്ദ്രനെ നിർത്തിയാലും അവർ ജയിക്കുമെന്നൊരു പ്രതീതി അല്ലെ, അവരുടെ ശത്രുക്കൾക്ക് അതുണ്ട്, അവരുടെ പാർട്ടിക്കകത്ത് ഭയമുണ്ട്. ശോഭാ സുരേന്ദ്രൻ വിജയിക്കുമെന്ന് പറയാൻ സാധിക്കുമെന്ന് അറിയില്ല. കാരണം കേരളത്തിൽ അത്തരത്തിലൊരു BJP തരംഗം ഉണ്ടാകുമോ എന്നറിയില്ല. ഒരു UDF തരംഗം നിലനിൽക്കുന്ന ഈ സമയത്ത് ഒരു വലിയൊരു വോട്ട് ഷെയർ കുറയ്ക്കാൻ സാധിക്കും. വലിയ ഭൂരിപക്ഷം കുറയ്ക്കാനുള്ള സാധ്യതയുണ്ട്, വലിയ വോട്ട് നേടാനുള്ള സാധ്യതയുണ്ട്. വിജയത്തിലേക്ക് എത്തുമോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് നിസ്സാരക്കാരിയല്ല, ഒരിക്കലുമല്ല.